ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും തെറ്റിച്ച് ആ രാജ്യത്തിന്റെ ഭരണഘടനയെയും ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് ആ രാജ്യത്തിന്റെ സകലമാന നിയമങ്ങളെയും പുല്ലുപോലെ വലിച്ചു കീറി അഹംഭാവത്തോടെയും ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയും ആ രാജ്യത്ത് അനധികൃതമായി ജീവിക്കുന്ന ആളുകളെ കണ്ടെത്താൻ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തീരുമാനിച്ചാൽ ഇവിടെ കിടന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ കാക്കമാരെ? നിങ്ങൾ എവിടെയൊക്കെ ചവിട്ടിയിട്ടുണ്ടോ കാല്, അവിടെയെല്ലാം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മതമുദ്രകൾ നിങ്ങൾ അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ സമാധാനം നിങ്ങൾ കാർന്ന് തിന്നിട്ടുണ്ട്. ഒരിടത്തും നിങ്ങൾക്ക് അഭയം തന്ന രാജ്യങ്ങളിൽ ഒരിടത്തും നിങ്ങൾ സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല. നിങ്ങൾ കാല് കുത്തിയ ഒരാളും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെയല്ലേ? അത് മനസ്സിലാക്കാൻ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആളുതാമസം വേണം. ഇപ്പോ അമേരിക്കയിൽ പോയി അനധികൃതമായി താമസിച്ച ആളുകളെ ചവിട്ടി പുറത്താക്കാൻ ഒരു നിയമം ട്രംപ് പാസാക്കി. അതിന് പിന്നാലെ ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും തുടങ്ങിയ അനേകം രാജ്യങ്ങൾ. അപ്പോൾ UAEയും ചിന്തിച്ചു, ചേടാ, ആ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടാ? ഇവര് പോയി അക്രമങ്ങളും ബലാത്കാരങ്ങളും കൊള്ളയടിയും മയക്കുമരുന്നും കഞ്ചാവും കള്ളും എന്നു വേണ്ട, തട്ടിക്കൊണ്ടുപോകലുകൾ അടക്കം ആ രാജ്യത്ത് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു. ആ രാജ്യത്തെ പോലീസ് സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ, കോടതി, ഇതൊക്കെ ഇവര് കാരണം പൊറുതി മുട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്കക്കാരെ ചവിട്ടി പുറത്താക്കാൻ ഒരു തീരുമാനമെടുക്കാൻ കാരണം. ഇപ്പോ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ ട്രംപ് തീരുമാനിച്ചത് നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ചതിന് ശേഷമായിരുന്നു. നരേന്ദ്രമോദിയും ഭരണകൂടവും ചിന്തിച്ചു, ചേടാ, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന കുടിയേറ്റക്കാരെ, അനധികൃത താമസക്കാരെ, നുഴഞ്ഞു കയറ്റക്കാരെ നമ്മൾ അതാത് രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുന്നത് പൂമാലയിട്ട് സ്വീകരിച്ചൊരു ക്യാഷ് അവാർഡും കൊടുത്തിട്ടൊന്നും അല്ലല്ലോ, എന്തെങ്കിലും ഒരു പുരസ്കാരവും കൊടുത്ത് ജേതാവായിട്ടല്ലല്ലോ, കുറ്റവാളിയായിട്ട് തന്നെയല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് അനധികൃതമായി എന്തിനാ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ട്? ഒരു പക്ഷേ ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് മുസ്ലിങ്ങൾക്ക് ഇന്ത്യ മാത്രമാണ്. മുസ്ലിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന രാജ്യം ഈ സ്വതന്ത്ര ഭാരതമാണ്. എന്നിട്ട് ഈ ഭാരതത്തിൽ നിന്നും അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയത് അഭയത്തിനു വേണ്ടിയാണോ? അല്ല. അഭയം തേടുന്നതിന് വേണ്ടി അല്ല, മറിച്ച് എന്തിനാണ്? പണമുണ്ടാക്കാൻ. ഇവിടെ കിടക്കുന്ന വീടും സ്ഥലങ്ങളും ഒക്കെ വിറ്റുപെറുക്കി ഏജന്റുമാർക്ക് കൊടുത്തിട്ട് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികം തലയ്ക്ക് പിടിച്ച അതിമോഹം തന്നെയല്ലേ അതിന് കാരണം. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ശരി, സുഖസുന്ദരമായിട്ട് അവിടെ എത്തിയിട്ട് പണിയെടുത്ത് കോടികൾ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കാം എന്ന ധാർഷ്ട്യത്തോടു കൂടി തന്നെയല്ലേ ശരി നിയമപരമായി വേണ്ടുന്ന എല്ലാ രേഖകളും ഉണ്ടാക്കി പൊയ്ക്കോ. ശങ്കരാടി കാണിക്കുന്നത് പോലെ ഈ രേഖ കാണിച്ചിട്ട് അമേരിക്കയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതേ അമേരിക്കയും പറഞ്ഞിട്ടുള്ളൂ. അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ആളുകളെ വിലങ്ങണിയിപ്പിച്ചു കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾക്ക് രസിച്ചില്ല. ആ രാജ്യത്ത് പോയി അക്രമം കാണിച്ചാ പിന്നെ എന്തോ ചെയ്യണം? ആ രാജ്യത്തിന്റെ നിയമങ്ങളെ തെറ്റിച്ച് അവിടെ താമസിച്ചാ പിന്നെ എന്ത് ചെയ്യണം? ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? മാധ്യമ മേലാളന്മാര് നിലവിളിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അമേരിക്ക ചെയ്യുമ്പോൾ മാത്രമേ ഇവർക്ക് ഈ പ്രയാസമുള്ളൂ. ഇന്ത്യക്കാരെ ട്രംപ് നാട് കടത്തിയപ്പോൾ വലിയ വിഷയമായി. ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചു നിലവിളിച്ചു. ആരാ? ഹമാസിന്റെ പോരാളികൾ, താലിബാനിന്റെ വിസ്മയക്കാർ, അങ്ങനെയൊക്കെ എഴുതിയ ആളുകളായിരുന്നു. പക്ഷേ UAE ചെയ്താൽ, സൗദി അറേബ്യ ചെയ്താൽ, ഖത്തർ, ഇറാൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ചെയ്താൽ ആ വാർത്തകൾ കണ്ടെന്ന് പോലും ഇവർ നടിക്കില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത കണ്ടിരുന്നോ? അതെ, പരിശോധന കടുപ്പിച്ച് UAE. 6000 പേർ അറസ്റ്റിൽ. പിടിക്കപ്പെടുന്നവർക്ക് വൻ പിഴയും ആജീവനാന്ത വിലക്കും.
അത് UAE ആയതുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള 6000 പേരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന നിയമം പാസാക്കിയത് UAE ആയിപ്പോയി. അപ്പൊ പിന്നെ അതിനൊന്നും പറയാൻ പറ്റില്ല നമുക്ക്, ഞമ്മന്റെ ആളുകളല്ലേ. നോക്കണം UAE എന്താണ് ചെയ്തതെന്ന്. അനധികൃത കുടിയേറ്റക്കാരെ തെരഞ്ഞു പിടിക്കുന്നു. കൂടാതെ അവർ ആജീവനാന്തം അഴിയെണ്ണേണ്ടി വരും. തന്നെയുമല്ല, അവരുടെ UAE കോടതി വിധിക്കുന്ന പിഴ എത്രയാണോ ആ പിഴ കോടതിയിൽ കെട്ടിവെച്ച് ആജീവനാന്തകാലം അവർക്ക് പാസ്പോർട്ട് ബാൻ ചെയ്ത് ട്രാവൽ ബാൻ അടിച്ചു കൈ കൊടുക്കുവാണ്. അപ്പോഴും അമേരിക്ക എന്താ ചെയ്തത്? അമേരിക്ക കുറച്ചുകൂടി മനുഷ്യത്വം കാണിച്ചു. തലയ്ക്ക് ആള് താമസമുള്ള രൂപത്തിലുള്ള ഒരു നയതന്ത്ര രൂപത്തിലുള്ള ഒരു നിലപാടും നടപടിയുമാണ് സ്വീകരിച്ചത്. അത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലും പിന്നെ അവർ കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടുമാണ്. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. അവരെ കോടതി വ്യവഹാരങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ല. അവരെ വിചാരണ ചെയ്തിട്ടില്ല. അവരെ ക്രൂശിച്ചിട്ടില്ല. അവരെ പീഡിപ്പിച്ചിട്ടില്ല. അവർക്ക് പിഴ ഈടാക്കിയിട്ടില്ല. ആജീവനാന്ത വിലക്ക് കൊടുത്തിട്ടില്ല. ട്രാവൽ ബാൻ കൊടുത്തിട്ടില്ല. പാസ്പോർട്ട് സീലടിച്ച് ക്ലോസ് ചെയ്ത് വിട്ടിട്ടില്ല. ഇതൊന്നും അമേരിക്ക ചെയ്തിട്ടില്ല. എന്നിട്ട് അമേരിക്ക അവരുടെ സ്വന്തം സൈനിക വാഹനത്തിൽ അവരെ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ടും വിലങ്ങിട്ടു എന്ന നിലവിളി മാത്രമാണ് ബാക്കി. അപ്പോഴും UAE-യിൽ 6000-ഓളം ആളുകൾ വിലങ്ങു മാത്രമല്ല, കൈവിലങ്ങുകൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിന് വിലങ്ങുകൾ ഇട്ടിട്ട് ആജീവനാന്തകാലം ജയിലിൽ പാർപ്പിക്കുന്നു. പിന്നീട് ഒരിക്കലും അവർക്ക് സ്വന്തം രാജ്യത്ത് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം. ട്രാവൽ ബാൻ അടിച്ചു കൊടുക്കുന്നു. ആരെങ്കിലും നിലവിളിച്ചത് നമ്മൾ ആരെങ്കിലും കണ്ടിരുന്നു? ഇവിടെ ട്രംപ് കൈവിലങ്ങുകൾ ഇട്ടിരിക്കുന്നു, ചങ്ങലക്കിട്ട് കൊണ്ടുവന്നു എന്നതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം. ഏതൊരു മനുഷ്യനും സ്വതന്ത്രമായി ജീവിക്കാൻ അനുമതിയുണ്ടായിരിക്കെ അവരെ കൊടും കുറ്റവാളികളെ പോലെ, ഭീകരവാദികളെ പോലെ, തീവ്രവാദികളെ പോലെ, രാജ്യവിരുദ്ധരെ പോലെ വിലങ്ങുകളിട്ട് കൊണ്ടുവന്നത് ശരിയായില്ല എന്നും ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും പറഞ്ഞ് ഒരുപാട് ആളുകൾ കമന്റുകൾ ഇട്ടിട്ടുണ്ട്, പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് വന്നിട്ടുണ്ട്. പേഴ്സണലായിട്ട് അറിയുന്ന ചില ആളുകൾ ഈ ചങ്ങലക്കിട്ട് മനുഷ്യനെ കൊണ്ടുവരുന്ന മനുഷ്യാവകാശങ്ങളോട് എങ്ങനെയാണ് ഒരു യുക്തിവാദി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇങ്ങനെ മനുഷ്യത്വരഹിതമായി സംസാരിക്കാൻ പറ്റുന്നത് എന്ന ചോദ്യം അവർ ചോദിച്ചു. ഒരാളെയും ചങ്ങലക്കിടണ്ട, ശരി, നമ്മളത് സമ്മതിക്കുന്നു. മനുഷ്യനെ ചങ്ങലക്കിടുന്നത് അവരുടെ അഭിമാനത്തിന് നിൽക്കുന്ന ഭംഗമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. പക്ഷേ ഒന്നുകൂടി ചിന്തിക്കണം, അതിലൊരാൾ വിചാരിച്ചാൽ ആ വിമാനത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കാൻ കഴിയും. അത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾ അതിനിടയിലുണ്ട്. അത് പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള അനേകായിരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? ഒരേ മാനസികാവസ്ഥയിലുള്ള 100-ലധികം ആളുകൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിലൊരാൾ വിചാരിച്ചാൽ മതി എല്ലാവരുടെയും ജീവൻ അപകടത്തിലാകാം. ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരാളെ ചങ്ങലയൊന്നുമില്ല കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ്. ഏത് നാട്ടിലാണെന്ന് നമുക്കറിയില്ല. അതിനകത്ത് ബ്ലാക്ക് ഇട്ട ഒരുപാട് സൈനിക ഉദ്യോഗസ്ഥരാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുന്നുണ്ട്. അയാൾ ഈ സൈനിക ഉദ്യോഗസ്ഥന്റെ മുഖത്ത് തുപ്പി, എന്നിട്ട് ഇടിച്ചു. ഈ സൈനിക ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അവരൊരു 10-15 പേരുണ്ട്. ഇതാ അമേരിക്കയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതുപോലെ ഒരാൾ അക്രമം കാണിച്ചാൽ മറ്റുള്ളവരുടെ ജീവന് കൂടി ഭീഷണിയാവില്ല. ഇതിനേക്കാൾ കഠിനമായ രൂപത്തിലുള്ള ശിക്ഷാ സംവിധാനങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾ ഒരുക്കാറില്ലേ? ഇവരാരെങ്കിലും പറയാറുണ്ടോ? ഒരാളെ കൈയും കാലും ഒക്കെ ബന്ധിപ്പിച്ച് കഴുത്തോടുകൂടി ചുറ്റുവട്ടം ചങ്ങലക്കിട്ടിട്ടൊരു കുഴി കുത്തി അതിനകത്ത് കൊണ്ടുവന്ന് നിർത്തി എറിഞ്ഞില്ലാതാക്കുന്ന ഏർപ്പാടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആളുകളെ നിരത്തി നിർത്തി കൈ രണ്ടും പുറകോട്ട് വലിച്ചു കെട്ടി മുഖത്ത് കറുത്ത ഒരു ആവരണമിട്ടിട്ട് വാൾ പ്രയോഗം നടത്തുന്ന രീതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പച്ചയ്ക്ക് നാവ് ഇല്ലാതാക്കുന്ന രീതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തലയ്ക്ക് ഓട്ടയിടുന്ന രീതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യനെ കൈ രണ്ടും പുറകോട്ട് കെട്ടി
കണ്ണും കെട്ടി നടക്കാൻ പുറകിലൊരു ചവിട്ടും കൊടുത്തു വിട്ടിട്ട് നടന്നിട്ട് അവര് ഭീമാകാരമായിട്ടുള്ളൊരു കുഴിക്കകത്തേക്ക് വന്ന് വീഴുമ്പോൾ ഗണ്ണ് വെച്ച് തലയ്ക്ക് ഓട്ടയിടുന്ന രീതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെയൊക്കെ എതിർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് എന്തോ തകരാറുണ്ട് എന്ന് കാറ്റൻട്രി ആയിട്ട് പറയേണ്ടി വരും. ഏകപക്ഷീയമായി ചിന്തിക്കുന്നു നിങ്ങൾ. UAE 6000 ആളുകൾക്ക് കഠിന തടവും ട്രാവൽ ബാൻ കൊടുക്കുകയും അവർക്ക് കഠിനമായിട്ടുള്ള ഭീമമായ തുക പിഴയായി ഈടാക്കുകയും ചെയ്യുമ്പോൾ ശബ്ദിക്കാത്ത നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് പരിശോധിക്കുന്നത് നല്ലത്. സൊമാലിയയില് നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇറാനിൽ നടക്കുന്നത് അറിയാമോ? ഇറാഖില്, സിറിയയില് പൊതുമാപ്പ് കൊടുത്തിട്ടും പോകാത്ത ആളുകളെ കൂട്ടത്തോടുകൂടി പബ്ലിക്കായിട്ട് കഴുമരത്തിലേറ്റുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെ ഒന്നും എതിർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ക്രിസ്ത്യാനികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ക്രൈസ്തവ രാജ്യങ്ങളിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കലാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഒരിക്കലും ഏകപക്ഷീയമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. കാരണം വിമാനത്തിലുള്ള മറ്റാളുകളുടെ കൂടി സുരക്ഷ കണക്കിലെടുക്കുമ്പോൾ ട്രംപ് അങ്ങനെ ചെയ്തതിൽ എന്താണ് തെറ്റ്? അങ്ങനെയല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ആ രാജ്യത്ത് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരല്ലേ ഇവര്? ആ രാജ്യത്ത് വിചാരണ ചെയ്ത് ആ രാജ്യത്തിന്റെ തന്നെ തടവറയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ ഇവര്? എന്നിട്ടും അതൊന്നും ചെയ്യാതെ സൈനിക വിമാനത്തിൽ ഇവരെ അവരുടേതായിട്ടുള്ള രാജ്യങ്ങളിൽ സുരക്ഷിതമായി കൊണ്ടുചെന്ന് ഏൽപ്പിച്ചതിനെയാണോ നമ്മൾ തെറ്റു പറയുന്നത്? വിലങ്ങിന്റെ പേരില് ഏർപ്പാട് ചെയ്തത്, വിലങ്ങേൽപ്പിച്ചത് തെറ്റാണെങ്കിൽ അവര് ആ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയവരല്ലേ? അവർക്കെതിരെ പിന്നെ ട്രംപ് എന്ത് നിയമ നടപടി സ്വീകരിക്കണമായിരുന്നു എന്നുകൂടി ഈ ന്യായീകരണ തൊഴിലാളികൾ ഒന്ന് പറയണം. നന്ദി.